ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി കശുവണ്ടി ചേർത്ത് കൊടുക്കട്ടെ. ഇതൊന്ന് വറുത്തെടുക്കാതെ കശുവണ്ടി നമ്മൾ വറുത്തെടുത്തു. നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇതൊക്കെ മസാല ചേർത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടാണ്. അപ്പോൾ ഇതൊരു 7 വിസിലിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ടേ കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 12 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 ഏലക്ക, ഒരു 4 കഷ്ണം പട്ട. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പട്ടയും ഇതൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ചിക്കൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങാനുണ്ട്. പിന്നെ വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ വെള്ളം ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി ഊറ്റി വെച്ച അരിയാണ്. ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനായിരുന്നു. നമുക്ക് ബീഫിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളമേ ഉള്ളൂ, നല്ല കുറുക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ദം ചെയ്യാൻ പോകട്ടെ. ഞാൻ ചോറ് വേവിച്ച കുക്കറിലും മറ്റേ ഇറച്ചിക്കം ഇത് ബീഫ് വേവിച്ച് ഇതിലും 2 ഇതിലായിട്ട് ചെയ്യാൻ പോകണം. ഒന്നിൽ കൊള്ളില്ല. അപ്പോൾ ഞാനിത് ദം ഒന്ന് ചെയ്യണ കാട്ടിത്തരാം. കുറച്ച് മല്ലിയില, ഒരു വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഞാൻ 2 ലെയറിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദം ചെയ്യാൻ വെക്കാം. ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ ബിരിയാണി ഇവിടെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.